ഹലോ ഗൈസ്, നമ്മളെ കൊല്ലത്ത് ഓണം എത്തുന്നത് നമ്മൾ ആശ്രമ മൈതാനിയിലെ ഇങ്ങനെയുള്ള കുറേ എക്സിബിഷൻ സ്റ്റോളുകളും പിന്നെ കുറേ എക്സ്പോ ജെമിനി സർക്കസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനാണല്ലേ. എല്ലാ ഫെസ്റ്റിവൽ സീസണിലും ഇങ്ങനെയുള്ള ഒരു എക്സ്പോ ഒക്കെ തുടങ്ങാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓഫർ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ചെന്ന് കയറുമ്പോഴത്തേനെ തന്നെ ഇങ്ങേ അറ്റം മുതൽ അങ്ങ് അറ്റം വരെ ഇല്ല ബലൂണൊക്കെ കെട്ടിയിട്ടേക്കുന്നത് പോലാണ് ബക്കറ്റുകളെല്ലാം കെട്ടിയിട്ടേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഐറ്റം അത് തന്നെ കേട്ടോ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കിച്ചൺ ഐറ്റംസും ഡ്രസ്സും ചെരുപ്പും എല്ലാം 199 താഴെയാണ് വില വരുന്നത്. ഈ ഇരിക്കുന്ന ബേബി ബാസ്ക്കറ്റ് എല്ലാം 199 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ചെറിയ സ്റ്റൂളിന് 69 രൂപയാണ്. അതിൽ കുറച്ചുകൂടെ വലുതാവുമ്പോഴത്തേന് 149 രൂപയും ചെയറിന്റെ ഏറ്റവും കൂടിയ വില തന്നെ 169 രൂപയാണ് കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടിയുടെ കാര്യമൊന്നും പറയണ്ട. ചെറിയ 4 പീസിന് 99 രൂപയും 3 ഇടത്തരം പീസ് ഈ ഒരു പീസൊക്കെ ആണെങ്കിൽ 99 രൂപയാണ്. പിന്നെ ഹാൻഡ് വാഷും ഫ്ലോർ ക്ലീനറും ടോയ്ലറ്റ് ക്ലീനറും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 4 ഐറ്റംസ് ഉള്ള ഒരു പാക്കാണ്. അതിന്റെ കോംബോ ഓഫർ വരുന്നത് 99 രൂപ മാത്രമാണ് കേട്ടോ. പുറത്തൊക്കെ 250-300 രൂപയുള്ള ഈ നീളം കുടകൾക്ക് ഇവിടെ 199 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടൈപ്പ് പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഭയങ്കര വിലക്കുറവിനാണ് കേട്ടോ ഇട്ടേക്കുന്നത്. എല്ലാം 33 അതിലും കുറച്ച് വിലക്ക് ഇട്ടേക്കുന്ന ഐറ്റംസ് വരെ ഉണ്ട്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിനോടൊന്നും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് അധികം എടുക്കാൻ പോയിട്ടില്ല. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഗ്ലാസ് ഐറ്റംസ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ മീഷോയിൽ കിട്ടുന്നതാണ്. ഇവിടെ ഈ ഒരു ബോട്ടിൽ 69 രൂപയാണ്. പിന്നെ നമ്മൾ അടുക്കളയിൽ ഈ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ് ഉണ്ട്. അതെല്ലാം 149 രൂപയ്ക്കാണ് കേട്ടോ. പിന്നെ ഈ ഡെക്കർ ഐറ്റംസിൽ ഈ ചെറിയ ഫ്രെയിംസ് ഒക്കെ തുടങ്ങുന്നത് 149 രൂപയ്ക്കും പിന്നെ വലുതൊക്കെ 199 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വൈസുകളുണ്ടായിരുന്നു. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം തുടങ്ങുന്നത് 149 രൂപയ്ക്കാണ് തുടങ്ങുന്നത്. ഈ ഓണമൊക്കെ ആകുമ്പോഴത്തേന് വീടൊക്കെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതൊക്കെ വാരി പറക്കി എടുത്തുകൊണ്ട് പോകാട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഐറ്റം വരുന്നത് നമ്മൾ സോഫയിലൊക്കെ ഇടുന്ന ഈ തുണിയാണ് കേട്ടോ. ഇത് ആദ്യം ഞാൻ വിചാരിച്ചത് മീറ്ററിനായിരിക്കും 49, പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പീസിനാണ് 49 രൂപ വെച്ചിട്ട് വരുന്നത്. വേറെ ഐറ്റംസ് ഒക്കെ നോക്കാൻ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ ഫ്ലവേഴ്സിൻ്റെ അടുത്തോട്ട് തന്നെ എത്തുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും അട്രാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്, നല്ല ഭംഗി. ഈ ഇരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സിനും 149 രൂപ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കർട്ടനും പിന്നെ വീട്ടിലിരുന്ന കയ്യിൽ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം 99 രൂപയ്ക്കാണ്. ഇതെല്ലാം പില്ലോ ആണ്. 69 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. 199 രൂപ വരുന്ന ഐറ്റംസ് ഉണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ അട്രാക്ട് ചെയ്ത വേറൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഭരണികൾ. ആയിരിക്കുന്ന ഏറ്റവും വലിയ ഭരണിക്കെല്ലാം 199 രൂപയാണ്. ബാക്കി അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്ന അനുസരിച്ച് 149, 39 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഭരണി മാത്രമല്ല കേട്ടോ, ഫ്ലവർ വൈസുകൾ ഇരിപ്പുണ്ട്. ഇതിനെല്ലാം ഭയങ്കര വിലക്കുറവായിട്ടാണ് ഇരിക്കുന്നത്. എനിക്കിനകത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അതിനകത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഭരണികൾ ഇരിപ്പുണ്ട്. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ്. അതെല്ലാം 33 രൂപയുടെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഇട്ട് വെക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഡെക്കർ ഐറ്റമായിട്ട് വെക്കാനായിട്ടാണെങ്കിലും അത് നല്ലൊരു ഓപ്ഷനാണ്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം പ്ലേറ്റിൻ്റെയാണ്. അത്ര വലിയ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ പ്ലേറ്റുകൾ എപ്പോഴും സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ പൊട്ടുന്ന പ്ലേറ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് നമുക്ക് അത്യാവശ്യം വർത്തായിട്ട് തോന്നിയൊരു ഐറ്റമാണ് കേട്ടോ. ഈ കോഫി മഗ്ഗുകളും ടീ കപ്പുകളും ഒക്കെ അതിനെല്ലാം റേറ്റ് 199 തന്നെ ആയിരുന്നു. പിന്നെ അവിടെ കിടക്കുന്ന ഈ ചെറിയ ബാഗുകൾക്കെല്ലാം 99 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനെ കുറിച്ചൊരു വലിയ ബാഗുകൾക്കെല്ലാം 199 ആണ് കേട്ടോ പ്രൈസ്. നെക്സ്റ്റ് നമ്മളൊന്ന് വണ്ടർ അടിപ്പിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെപ്പൽസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 69 രൂപ മുതലാണ് കേട്ടോ. പക്ഷെ 69 രൂപയ്ക്ക് തുടങ്ങുന്നത് കുട്ടികളുടെ ചെരുപ്പുകളാണ്. പിന്നെ ബോയ്സിൻ്റെ ഈ ചെരുപ്പുകളെല്ലാം തുടങ്ങുന്നത് 99 രൂപ മുതലാണ് കേട്ടോ. അത്യാവശ്യം നല്ല റിഫ്യൂസിനൊക്കെ പറ്റിയ മോഡൽസ് ആണ്. ഈ ചെരുപ്പൊക്കെ 120, 129 ആ ഒരു റേറ്റിനൊക്കെ തന്നെയാണ് കേട്ടോ. ഈ ചെരുപ്പൊക്കെ ഈ റേറ്റിന് കിട്ടുന്നത് അത്യാവശ്യം നല്ലൊരു ലാഭമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ ബോയ്സിന് അറിയായിരിക്കുമല്ലോ പുറത്ത് ഇതിൻ്റെ ഒരു റേറ്റൊക്കെ എത്ര ആയിരിക്കും. ഈ ചെരുപ്പിനൊക്കെ 259 രൂപയാണ് കേട്ടോ. അത്യാവശ്യം ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതിനൊക്കെ വിലയിൽ കുറച്ച് ചേഞ്ചസും ഉണ്ട്. പിന്നെ ഗേൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും ചെരുപ്പുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 99, 149, 199 ഒക്കെയാണ്. ഈ കിടക്കുന്ന പച്ച ചെരുപ്പൊക്കെ ഇപ്പോൾ ഗേൾസൊക്കെ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ 99 രൂപയേ ഉള്ളൂ. എന്തായാലും പുറത്തെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര ലാഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗേൾസിൻ്റെ ചെരുപ്പിൻ്റെ കളക്ഷൻ അത്യാവശ്യം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ ഒരു റേറ്റിന് അത്യാവശ്യം നല്ല 5-6 മോഡലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികളുടെ ചെരുപ്പിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സൈസിലും പല പല മോഡലുകളിലായിട്ട് 69 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചെറിയ ചെരുപ്പ് എല്ലാം 69 രൂപ മുതലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ട് പല പല കാർട്ടൂൺ തീമുകളിലും എല്ലാം ചെരുപ്പുകളുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് ചവിട്ടി സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ താഴെ ഈ റബ്ബറിൻ്റെ ഒരു ഗ്രിപ്പ് ഉള്ളതിനെല്ലാം 149 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 129 രൂപയുടെ അതിൻ്റെ ചെറിയ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഗ്രിപ്പില്ലാത്ത നോർമൽ ചവിട്ടിയാണെങ്കിൽ 99 രൂപയ്ക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൈലി മുണ്ടുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 99 രൂപ മുതൽ 179 രൂപ വരെ ഉള്ളതുണ്ടായിരുന്നു. ഡ്രസ്സിൻ്റെ സെക്ഷൻ ആണെങ്കിൽ ആ ഒരു ഏരിയ ഫുൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാം കൂടെ നോക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ലേഡീസിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിൽ 169-നും 199-നൊക്കെ നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പില്ലോ കവറാണ്. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 29 രൂപ മുതൽ. പിന്നെ ഈ ബ്ലാങ്കറ്റുകളെല്ലാം 149-നും 199-നും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ഇത് കുട്ടികളുടെ ഡ്രസ്സുകളാണ്. കുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 49 രൂപ മുതലാണ് കേട്ടോ. ഇതെല്ലാം വീട്ടിലിരുന്ന ഡ്രസ്സുകളാണ്. അതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഈ ഒരു സെക്ഷൻ മൊത്തം ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ.
പിന്നെ ലേഡീസിൻ്റെ ലോങ് ടോപ്പുകളെല്ലാം തുടങ്ങുന്നത് 249 രൂപ മുതലാണ്. പിന്നെ ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഷോർട്ട് ടോപ്പുകളെല്ലാം 199 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്ത് തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. ലേഡീസിനുള്ള ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, പിന്നെ നമ്മൾ ബോയ്സിനുള്ള ഷർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 299 ഒക്കെ തൊട്ടാണ്. ജീൻസിൻ്റെ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ നമുക്കതൊന്നും വേണ്ടാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് പോയില്ല. പിന്നെ ഇതൊക്കെ നമ്മളെ ഡബിൾ കോട്ട് ബെഡിലേക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി ബെഡ്ഷീറ്റുകളാണ്. കൂടുതൽ നമ്മൾ മീഷോയിലൊക്കെ കണ്ടിട്ടുള്ളൊരു ഐറ്റംസ് ഒക്കെ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഏകദേശം റേറ്റ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയത്. എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ആ പ്ലാസ്റ്റിക്കിൻ്റെ സെക്ഷനിൽ തന്നെ എത്തി കേട്ടോ. കാരണം അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതെല്ലാം നോക്കാനായിട്ട് വീണ്ടും വന്നതാണ്. പിന്നെ ഒരുപാട് ഈ ബ്രഷ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാത്റൂമിലേക്കുള്ളതും അല്ലാതെ ക്ലീനിങ് പർപ്പസിനായിട്ടുള്ള ഒരുപാട് ബ്രഷ് എല്ലാം ഉണ്ട്. ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 199 ഒക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ പയ്യന്മാർ അവിടെ ഇരുന്ന് ഇപ്പം വന്ന സാധനങ്ങളെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാൻ പോയപ്പോഴത്തേനാണ് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ. അതിനകത്ത് തന്നെ ഈ മുറുക്കും പക്കാവട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ഒരു 7 ടൈപ്പ് അച്ചം കണ്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എല്ലാം കൂടെ അതിന് വരുന്നത് 199 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ വീട്ടിലിരിക്കുന്ന ഐറ്റം ചീത്തയാവാത്തതുകൊണ്ട് പിന്നെ അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഐറ്റംസ് എല്ലാം ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴത്തേനാണ് ഈ ബാസ്ക്കറ്റ് കണ്ടത്. ഇതൊക്കെ 69 രൂപയേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും പോയി ബില്ല് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇതേ കണക്കൊരു എക്സിബിഷൻ്റെ ചെറിയൊരു സ്റ്റോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ 90s കിഡ്സിനൊക്കെ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള കുറേ മിഠായിസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എക്സിബിഷനൊക്കെ പോകുമ്പോഴത്തേനാണ് ഇങ്ങനെ കൂടുതലും ഇങ്ങനെയുള്ള മിഠായിസ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ചോക്കുമിഠായും പുളിമുട്ടായും എടുത്തിട്ട് പിന്നെ പോയത് അവിടുത്തെ ബാഗിൻ്റെ സെക്ഷനിലാണ്. ഈ ഒരു ബാഗിനൊക്കെ 250, പിന്നെ സൈസ് അനുസരിച്ച് 350, 400 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം അവിടുത്തെ പ്ലാസ്റ്റിക് ഐറ്റംസ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണെങ്കിലും 2 വീക്കും കൂടി ഉണ്ടായിരിക്കും. പക്ഷെ നല്ല വിലക്കുറവിന് അടുക്കള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.